Hello, this is from Jenny Professional Makeup. We are based in Edappally, Cochin. എല്ലാ എൻക്വയറീസിനും ബുക്കിംഗ് ഡീറ്റെയിലും ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് ഗോൾഡ് സെറ്റിങ്ങും അതുപോലെ തന്നെ മുല്ലപ്പൂ സെറ്റിങ്ങും ആണ്. ഇതാണ് ബ്രൈഡ് ലക്ഷ്മി. കുറച്ച് കവറേജ് ഉള്ളൊരു മേക്കപ്പ് ലുക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പും ഡ്രേപ്പിങ്ങിനും എല്ലാം ശേഷമാണ് ഈ ഓർണമെൻറ്റ് സെറ്റിങ്ങും മുല്ലപ്പൂ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത്. ഫ്ലഫി പ്ലീറ്റഡ് ആയിട്ടാണ് ഇവിടെ സാരി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തേഞ്ഞ ഒരു ലുക്കില്ലാതെ. ലക്ഷ്മിയുടെ ഓർണമെൻറ്റ്സ് മിക്സ് ഓഫ് ടെക്സ്ചേഴ്സ് ആയിരുന്നു. കുറച്ച് ഹെവി ആയിട്ടുള്ളതും അതുപോലെ തിന്നായിട്ടുള്ള ഓർണമെൻറ്റ്സ് എല്ലാത്തിൻ്റെയും ഒരു കളക്ഷനായിരുന്നു. ആൻറ്റിക് ഗോൾഡ് കളറും അതുപോലെ തന്നെ ഗോൾഡ് കളേഴ്സിൻ്റെയും മിക്സ് തന്നെയായിരുന്നു ഈ ഓർണമെൻറ്റ് സെറ്റിങ്ങിൽ. ബട്ട് എല്ലാം ഒരുമിച്ച് ഇട്ട് വന്നപ്പം എല്ലാം തമ്മിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ലുക്കായിട്ടുണ്ട്. ഇടുന്ന ഓരോ മാലകൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള നെയിമുണ്ട്. ഈ മാലകളുടെ പേരുകൾ അറിയാവുന്നവർ കമൻസിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കെ. ഇതായിരുന്നു കേട്ടോ ഫൈനൽ മാല. ഇതുവരെ ഇട്ട മാലകളെല്ലാം ഫ്രെയിം ചെയ്യുന്ന പോലെയുള്ള ഒരു മാലയുടെ ടെക്സ്ചേഴ്സ് ആയിരുന്നു ഈ ഓർണമെൻറ്റ്സുകൾക്കെല്ലാം. ഇതുപോലെ ലെയേഴ്സ് ഓഫ് ഗോൾഡ് ഇടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ലാസ്റ്റ് വരുന്ന മാലകളിലെല്ലാം പെൻഡൻസ് ഒഴിവാക്കണം. പെൻഡൻസ് വരുമ്പോൾ ആ ഗ്യാപ്പുകൾ കൂടുതൽ വിസിബിളായിട്ട് തോന്നും. അതില്ലെങ്കിൽ വളരെ നീറ്റായിട്ട് മാല സെറ്റിങ് കഴിയും. പിന്നെ ടോട്ടലി ഉള്ള ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു നെറ്റിച്ചുട്ടി കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ പാർട്ടായിട്ട് തന്നെയാണ് ഈ ഹെയർ സ്റ്റൈലിംഗ് ചെയ്തത്. നെറ്റിച്ചുട്ടിക്ക് ഹെവി ആയിട്ടുള്ള സെൻറ്റർ ലൈൻ ഉണ്ട്. സോ അതിനെയും കൂടി കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ സെൻറ്റർ പാർട്ടീഷൻ ചെയ്യുന്നത്. ഐസ് എല്ലാം കുറച്ച് നീട്ടി എഴുതിയൊരു ലുക്കിലായിരുന്നു ഇത് ചെയ്തത്. അതുപോലെ തന്നെ കുറച്ച് റൗണ്ട് ഫേസ് ആയതുകൊണ്ട് ഓവൽ സ്ട്രക്ചറിലേക്ക് മുഖത്തിനെ കൊണ്ടുവരാനും ഇതുപോലെയുള്ള സെൻറ്റർ ലൈൻസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫേസ് മേക്കപ്പും ഓർണമെൻറ്റ് സെറ്റിംഗ്, സാരി ഡ്രേപ്പിംഗ്, ഹെയർ സ്റ്റൈലിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് മുല്ലപ്പൂ വയ്ക്കുന്നത്. മുല്ലപ്പൂ എപ്പോഴും നല്ല മുട്ടായിട്ടുള്ള റൗണ്ടായിട്ടുള്ള മുല്ലപ്പൂ നോക്കിയെടുക്കുകയാണെങ്കിൽ അധികം പെട്ടെന്ന് വാടിയൊന്നും പോവില്ല. മുല്ലപ്പൂവും നല്ല ഉരുണ്ട ആകൃതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രൈഡിൻ്റെ ഇയറിംഗിൽ നിന്ന് ഇലമീറ്റഡ് ആയിട്ട് വരുന്നൊരു മാട്ടി കൂടിയിട്ട് ബ്രൈഡ് കൊണ്ടുവന്നു. അതിലും നിറയെ ജുംക പീസുകളായിരുന്നു. ഈ ഇയറിംഗിൽ നിന്ന് വരുന്ന ഈ പീസ് ഏറ്റവും ഫൈനലായിട്ട് മാത്രമേ പ്ലേസ് ചെയ്യുള്ളൂ. കാരണം മുല്ലപ്പൂ വെച്ചിട്ട് അതിൻ്റെ പുറമേ വേണമല്ലോ ഇത് വയ്ക്കാൻ. പിന്നീട് ബ്രൈഡ് കൊണ്ടുവന്ന ചെറിയ പൊട്ടും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐ മേക്കപ്പ് ഇലോങ്ങേറ്റഡ് ആയിട്ട് എഴുതുന്നതിൻ്റെ കൂടെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുള്ളൊരു ലെൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് ഐസ് തോന്നുകയും ചെയ്യും. ആ സട്ടിൽ ലുക്ക് കീപ്പ് ചെയ്യുകയും ചെയ്യും ഈ ലുക്കിൻ്റെ കൂടെ. ഒന്നും കൂടി ഈ ലുക്കിനെ ഫിനിഷ് ആക്കാനായിട്ട് ബ്രൈഡ് അരപ്പട്ട കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻസിൽ പറയണേ. കുറച്ച് നാളുകൾക്ക് മുന്നേ ബ്രൈഡിൻ്റെ കസിൻ സിസ്റ്ററിന് ഞങ്ങളായിരുന്നു ഒരുക്കിയത്. അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ബ്രൈഡ് ഇപ്പം ബ്രൈഡിൻ്റെ ബിഗ് ഡേയിലേക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് റെഡി ആവാനായിട്ട്. സോ ഫുള്ളി റെഡിയായി ഒരു പ്രിൻസസിനെ പോലെ ബ്രൈഡ് ഞങ്ങളുടെ സ്റ്റുഡിയോയിലൂടെ നടന്നു വരികയാണ്. ഇനി കുറച്ച് ഡേ ലൈറ്റിലുള്ള മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം. സോ ഹിയേഴ്സ് ദ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ്. ഇങ്ങനെയുള്ള ലോങ് വീഡിയോ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻസിൽ പറഞ്ഞേക്കുക. സോ വേറെ വീഡിയോ ആയിട്ട് വരും വരെ ടേക്ക് കെയർ. ബൈ ബൈ.